ഇതെൻ്റെ ഹസ്ബൻഡാണ്. അഖിലെന്നാ പേര്. 28 വയസ്സേ ഉള്ളൂ. തെങ്ങിന്ന് വീണതാ കൊച്ച്. ഇന്റർലോക്കിന്റെ ജോലിയാണ് മെയിനായിട്ട്. പക്ഷെ ജോലി ഇല്ലെങ്കിൽ ഇതണക്ക് മരം മുറിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നതാ. അപ്പോൾ തെങ്ങിനകത്ത് കയറി കയറ് കെട്ടാൻ നേരത്ത് അടിയിൽ നിന്ന് പിഴുത് വീണ് അങ്ങനെ സംഭവിച്ചതാണിത്. നട്ടലിന് പരിക്ക് പറ്റി, കാലിന് സർജറി ചെയ്യണം. കൊച്ചിന് എണീറ്റ് ഇരിക്കാനേ പറ്റത്തുള്ളൂ, പക്ഷെ നിൽക്കാനൊന്നും പറ്റത്തില്ല. മെഡിക്കലിൽ ഇതണക്ക് അവര് കൊല്ലത്തേക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആയതിന്റെ പേരിൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അമ്മയും അച്ഛനും കൂടി നിന്നത്. അപ്പൊ അവർക്ക് എഴുതി വാങ്ങിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ കാലിന് ഇടയ്ക്ക് വെച്ച് വേദന വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് കൊണ്ടുപോയായിരുന്നു. പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ ഇതിന്റെ ചികിത്സ മൊത്തം മെഡിക്കലിലാന്ന് പറഞ്ഞാൽ അവര് നോക്കിയില്ലായിരുന്നു. പിന്നെ ഡോക്ടർ പുറകെ നടന്നപ്പോഴത്തേക്ക് അവര് വീണ്ടും അത് പ്ലാസ്റ്റർ ഇട്ട് തന്നത്. പക്ഷെ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ട്യൂബ് ഊരിയ വഴിക്ക് ഒരു ഇൻഫെക്ഷൻ പറ്റി ആ ഭാഗം മൊത്തം നീരും കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കുക. പക്ഷെ അനക്കാനോ എടുക്കാനൊന്നും പറ്റില്ല. രാത്രി ഉറക്കവും ഇല്ല, വേദന കൊണ്ട് സഹിക്കുന്നില്ല. പറയുന്നത് എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ തിരക്കിയപ്പോഴത്തേക്കും 1,00,000 പുറത്ത് നമുക്ക് മെഡിക്കലിൽ വേണമെന്നാണ് പറഞ്ഞത് സർജറി ചെയ്യാൻ. നമ്മളെ കൊണ്ട് ഇപ്പോൾ ആംബുലൻസിനകത്ത് പോകാൻ പോലും നമ്മളെ കൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ടെങ്കിൽ ഇട്ടേക്കുന്നത്. കൊണ്ടുപോകേണ്ട സമയം എല്ലാം കഴിഞ്ഞു. അതിനകത്ത് 2 ആഴ്ചത്തേക്ക് അവർ എഴുതിയേക്കുന്നത്. നടുവിന് നരമ്പിന് പ്രശ്നം. അത് ഇനി ഒന്നും കൂടി കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടെ സ്കാൻ ചെയ്തെങ്കിൽ ഇനി അത് ജോയിൻ്റ് ആയോ ഇല്ലയെന്നൊക്കെ അറിയാൻ പറ്റും. അതിനൊന്നും നമ്മളെ കയ്യിൽ ഒരു പൈസയും ഇല്ല. ഇപ്പോൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് 4 മാസം ആയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ മെമ്പറാണ് ഞങ്ങളെ കൂടെ നിൽക്കുന്നത്. അന്ന് തൊട്ട് വന്ന് കാണുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഓരോ സഹായങ്ങൾ ചെയ്യാനുള്ള മുൻകരുണ നിൽക്കുന്നതും എല്ലാം മെമ്പറാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ അവസ്ഥ അറിഞ്ഞു വെച്ചിട്ട് ഇവിടെ ഒരു പച്ചക്കറി മാമൂട്ടിലൊരു പച്ചക്കറി നടത്തുന്ന ഒരു മാമൻ ഇതണക്കൊരു ചാനലുകാരെ വിളിച്ച് അങ്ങനെ സംസാരിച്ച് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത് തന്നെ. കാലിന് മുട്ടിന് ബലം കിട്ടുന്നില്ല. അത് ആശുപത്രിയിൽ പറഞ്ഞതാ. പക്ഷെ അവർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞു വിടുന്നത്. പക്ഷെ എന്നാലും പറ്റുന്നില്ല. ഒരാളുടെ സഹായം ഇല്ല, ഒന്നിനും പറ്റുന്നില്ല. പക്ഷെ ഉറക്കവും രാത്രിയും പകലും ഒന്നും ഉറക്കവുമില്ല. വേദന കൊണ്ട് കിടന്ന് കരച്ചില രാത്രിയാകുമ്പോൾ. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ആംബുലൻസിനകത്ത് കൊണ്ടുപോകണമെങ്കിലോ ഒന്നിനുള്ള നിവർത്തിയില്ല. പിന്നെ നടുവിന് പ്രശ്നം ഉണ്ടായേണ്ട കാലേ കമ്പി ഇടാഞ്ഞത്. നടു നീ കൊണ്ടുള്ള ഇത് ജോയിന്റ് ആയോന്ന് നോക്കുവര്. നോക്കിയിട്ടേ കമ്പി ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു. അതൊന്നും സമയം പെട്ടെന്ന് കൊണ്ടുചെല്ലാനാ പറഞ്ഞു. നമ്മളെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മള് പോയില്ല. കഴിഞ്ഞു. എന്റെ ആവിയാണെങ്കിൽ നടുവിന് ഓപ്പറേഷൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നടുവിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാമൂട് വാർഡിൻ്റെ 4-ാം വാർഡ് മെമ്പറാണ്, കൊറ്റങ്കര പഞ്ചായത്തിൻ്റെ. നമ്മളെ വാർഡിൻ്റെ മാമൂട് പ്രദേശത്ത് ഒരു പയ്യൻ, 28 വയസ്സുള്ള ഒരു പയ്യനാണ്. അവൻ തെങ്ങി നിന്നൊന്നും വീണ് ചെറിയ അപാകതകളൊക്കെ പറ്റി. ഇപ്പം പുള്ളിക്ക് എണീക്കാനുള്ള സാഹചര്യമില്ല. ഇപ്പം തുടർ ചികിത്സയ്ക്കോ ഒന്നും ഒരു സാമ്പത്തികമായിട്ട് ഉള്ള ഒരു വീടല്ല. 1 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എന്നെ അറിയിപ്പിക്കുകയും ഞാൻ വന്ന് കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുടർന്നുള്ള ചികിത്സയ്ക്ക് എന്നെക്കൊണ്ട് പരിമിതികളുണ്ട്, എന്നെക്കൊണ്ട് പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അതുപോലെ തന്നെ പ്രവാസി കൂട്ടായ്മയും ചേർന്നുകൊണ്ട് അവരെ സഹായിക്കണം. അവരെ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരുമായിട്ട് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യമായിട്ട് സാമ്പത്തികമായിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ് അവർ. ഇവരെ അനുവഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.